ഭാഗം 2. വരുൺ കൊച്ചിയിലെ നഗരത്തിൽ താമസിക്കുന്നു. സഞ്ജയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഒരുപക്ഷെ അയാൾ ഈ ഭൂമിയിൽ മനസ്സ് തുറക്കുന്ന ഒരേ ഒരാൾ, അയാളുടെ ഭൂതവും വർത്തമാനവും അറിയുന്ന ഒരാൾ. വരുൺ പക്ഷെ സഞ്ജയെ പോലെയല്ല, പാവമാണ്, ശാന്തനാണ്. ഭാര്യ മിയ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു പോയാലും വരുൺ അനങ്ങില്ല. വരുൺ സഞ്ജയെ പോലെയല്ല എന്ന് പറയുമ്പോൾ സഞ്ജയ് എങ്ങനെയാണെന്നറിയണം. സഞ്ജയ് അഗ്നിയാണ്, തൊട്ടാൽ ദഹിച്ചു പോകുന്ന അഗ്നി. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല സഞ്ജയ്. കാലം അവനെ അങ്ങനെ ആക്കി തീർത്തതാണ്. സഞ്ജയ് ഊട്ടിയിലെ പബ്ലിക് സ്കൂളിൽ ബോർഡിങ്ങിൽ നിന്നാണ് സ്കൂളിംഗ് കഴിഞ്ഞത്. അന്നു മുതൽ വരുണൊപ്പമുണ്ട്. സഞ്ജയുടെ മാതാപിതാക്കൾ അമേരിക്കയിൽ നിന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന അതിഥികളായിരുന്നു. അവൻ അവരോട് പ്രത്യേക സ്നേഹമോ അടുപ്പമോ ഉണ്ടായിരുന്നില്ല. സ്കൂളിംഗ് കഴിഞ്ഞപ്പോൾ വരുൺ ദുബായിൽ അവൻ്റെ മാതാപിതാക്കൾക്കൊപ്പം പോയി. സഞ്ജയ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് അവിടെ ചേർന്ന് ഫ്ലാറ്റ് എടുത്ത് താമസിച്ചു തുടങ്ങി. മീനാക്ഷി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അവിടെ വച്ചാണ്. ആരും സ്നേഹിച്ചിട്ടില്ലാത്ത, ആരെയും സ്നേഹിച്ചിട്ടില്ലാത്ത അവൻ ആ പ്രണയം ജീവിതം തന്നെയായി. അവൾക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹമായി അവൻ മാറി. ആ സ്നേഹത്തിൻ്റെ മാസ്മരിക ശക്തിയിൽ അവൻ സ്ഥലകാലങ്ങൾ മറന്നു. ശരീരവും മനസ്സും തമ്മിൽ അലിഞ്ഞു ചേർന്ന ഉത്സവമായിരുന്നു അവൻ ആ പ്രണയം. സാധാരണയൊരു ദിവസമായിരുന്നു അത്, സാധാരണയൊരു പകൽ. അന്നേരമാണ് ആരോ പറയുന്നത്, മീനാക്ഷി നദിയിൽ വീണു. വീണതല്ല, തള്ളിയിട്ട് കൊന്നു. നട്ടുച്ചയ്ക്കായിരുന്നു അത്. നട്ടുച്ചയ്ക്കും സൂര്യൻ അസ്തമിക്കുമെന്ന് തന്നെ അവൻ അറിയുന്നത്. ആരോടാണ് എല്ലാം ചോദിക്കുക? ആർക്കാണ് എല്ലാം അറിയുക? എങ്ങോട്ടെന്നില്ലാതെ തലച്ച് കരഞ്ഞുകൊണ്ടവൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഓടി. കൈവിലങ്ങണിയിച്ചൊരു യുവാവിനെ അവൻ കണ്ടു. ഇവൻ ആ പെൺകുട്ടിയെ തള്ളിയിട്ടത് ഞാൻ കണ്ടതാ. ആരോ പറയുന്നു. ഇപ്പോഴത്തെ ഒരു കാലം കഷ്ടം തന്നെ. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടോണം, നോ പറഞ്ഞാൽ അപ്പം കൊല്ലും. വേറെ ആരോ പറയുന്നു. കണ്ണീരിൻ്റെ മറയിലൂടെ അവനെ നോക്കിക്കൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ നിരാശയുടെയും സങ്കടത്തിൻ്റെയും നരകത്തിലേക്ക് അവൻ വീണുപോയി. മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് ദിവസങ്ങളെ ബോധമില്ലായ്മയിൽ മുക്കി താഴ്ത്തി നോക്കി. പക്ഷേ എത്ര നാൾ? ക്രമേണ പക മാത്രമായി ഉള്ളിൽ ഒരേ ഒരു ലക്ഷ്യം, വിവേക്. അവനെ കൊല്ലണം. പക്ഷേ പിന്നെ ചിന്തിച്ചു, അവനെ കൊന്ന അവൻ എന്താകാൻ? അവൻ ഒരു നിമിഷം കൊണ്ട് തീരും. അവൻ മരിക്കണ്ട. താൻ ഇപ്പോൾ ജീവിക്കും പോലെ അവൻ ജീവിക്കണം. നീറി ഇഞ്ചിഞ്ചായിട്ട് പിടഞ്ഞ്. അതിന് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വേദനിക്കണം. അതാരായെന്നുള്ള അന്വേഷണമായിരുന്നു പിന്നെ. അങ്ങനെയാണ് ഗൗരിയിലത് അവസാനിക്കുന്നത്. ഗൗരി പാർവതി, വിവേകിൻ്റെ അനുജത്തി. പാറുക്കുട്ടി എന്നവൻ ഓമനിച്ച് വിളിക്കുന്ന അവൻ്റെ പ്രാണൻ. പിന്നെ അവളിലേക്കുള്ള യാത്ര. MBBS കഴിഞ്ഞു. പ്രാക്ടീസ് ചെയ്തില്ല. സിവിൽ സർവീസ്, IPS സെലക്ഷൻ അതുതന്നെയായിരുന്നു മനസ്സിലും. പോലീസായതേ പവർ കിട്ടാനായിരുന്നു. വേറെ ഒരു ജോലിക്കുമില്ലാത്ത പവർ. വരുൺ നാട്ടിൽ വന്നു സെറ്റിലാകുന്നു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ അടുത്ത് മതിയെന്നവൻ വാശി പിടിച്ചു. വരുൺ അറിയുന്നതിൽ അവന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അല്ലെങ്കിലും എല്ലാം അറിയുന്ന ഒരാളെങ്കിലും വേണമെന്ന് അവന് തോന്നി. ആദ്യമൊക്കെ വരുൺ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. വല്ലാതെ വയലൻ്റായി സഞ്ജയ്. അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വരുണിൻ്റെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല. ഞാൻ മോഹിച്ച എൻ്റെ ജീവിതം, അവൻ നശിപ്പിച്ച എൻ്റെ ജീവിതം, അതിന് വിലയില്ലേടാ എന്ന് സഞ്ജയ് പൊട്ടിക്കരയുമ്പോൾ വരുൺ നിസ്സഹായനായി പോകും. ഗൗരിയുടെ വീട്ടുകാർ വിവാഹാലോചന വേണ്ട എന്നറിഞ്ഞതിന് ശേഷമുള്ള വൈകുന്നേരം. പതിവ് പോലെ സഞ്ജയുടെ വീട്. വരുണൊപ്പമുണ്ട്. അവൻ മുൻപിലിരിക്കുന്ന സഞ്ജയെ നോക്കുകയായിരുന്നു. സഞ്ജയുടെ കയ്യിലെ മദ്യ ഗ്ലാസ് പലവട്ടം നിറഞ്ഞൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ്റെ ചുണ്ട് വിരലിലിരുന്ന് പുകയുന്ന സിഗരറ്റ് വരുൺ വാങ്ങി തൻ്റെ ചുണ്ടിൽ വെച്ചു. പുക പുറത്തേക്ക് വിട്ടിട്ട് അവൻ കണ്ണടച്ചു തുറന്നു. അപ്പോൾ അത് നടക്കില്ല. നടക്കും. എനിക്ക് അവളെ വേണം വരുൺ. അതിന് ഞാൻ എന്ത് ചീപ്പ് കളിയും കളിക്കും. 1 വർഷം കഴിഞ്ഞാൽ അവൻ്റെ ശിക്ഷ തീരും. അവനത് കഴിഞ്ഞ് പഴയ ജീവിതത്തിലേക്ക് ഒരു കല്യാണമൊക്കെ കഴിച്ച് അതനുവദിക്കില്ല ഞാൻ. അവൻ നീറണം. അവൾ എൻ്റെ ഭാര്യയായിട്ട്, എൻ്റെ കളിപ്പാവയായിട്ട് ഓരോ ദിവസവും ഈ വീട്ടിൽ നരകിക്കുന്നത് കണ്ട് അവൻ ജീവിതം മുഴുവൻ അവൻ ആദ്യ കയറി. നല്ല രസമല്ലേ ഓർക്കുമ്പോൾ തന്നെ? നീ സൈക്കോയാണ് സഞ്ജയ്. ആ കൊച്ച് നിരപരാധിയാ, ഇന്നസെൻറ്റ്.
നീ ചെയ്യുന്നത് തെറ്റാണ്. എൻ്റെ പെണ്ണും ഇന്നസെൻ്റ് ആയിരുന്നു, പാവമായിരുന്നു, കൊന്നുകളഞ്ഞു. അവൻ വീണ്ടും മദ്യം നിറച്ചു. നീയും നീയും അവളെ? വരുൺ ഭയത്തോട് ചോദിച്ചു. ഞാനോ? ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല വരുൺ. അവളെ കൊന്ന കഥ തീർന്നു പോവും, കൊല്ലില്ല. അവൻ പൈശാചികമായി ഒരു ചിരി ചിരിച്ചു. കൊല്ലാതെ കൊല്ലുന്നതെങ്ങനെയെന്ന് അറിയാമോ? ഷേ എടാ, ഞാനിതിനൊന്നും കൂട്ടു നിൽക്കത്തില്ല കേട്ടോ. എൻ്റെ കർത്താവെ, ഞാൻ കൂടി നരകത്തിൽ പോകുമല്ലോ. സഞ്ജയ് പൊട്ടിച്ചിരിച്ചു. എന്നാ നീ എന്നെ ഉപേക്ഷിച്ച് പോടാ. ഞാൻ ചീത്തയാ, ഡെവിൾ. നീ പുണ്യാളൻ. നീ എന്നെ ഇട്ടേച്ചും പോവും. അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല. അച്ഛൻ മരിച്ചു. അമ്മയുള്ളത് അച്ഛൻ്റെ സെൻറ്റിമെൻസിൽ അമേരിക്കയിൽ അച്ഛൻ്റെ കുഴിമാടത്തിനടുത്ത് തന്നെ സ്ഥലം മേടിച്ച് അവിടെ കിടപ്പാം. അവർക്കും എന്നെ വേണ്ട. ജീവനെ പോലെ എന്നെ സ്നേഹിച്ചൊരു പെണ്ണുണ്ടായിരുന്നു. അവളെ ഒരുത്തൻ കൊന്നും കളഞ്ഞു. നീ ഓർത്തു നോക്ക് എൻ്റെ ജീവിതം. വെറുതെ ഒന്ന് ഓർത്തു നോക്ക്. ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? എന്നോട് നീതി പുലർത്താനെങ്കിലും വേണ്ടേ? വരുൺ മറുപടി ഒന്നുമില്ലാതെ നിശബ്ദനായി. ടാ, ഇങ്ങോട്ട് നോക്ക്. ദേ ഇങ്ങോട്ട്. ഞാൻ ചിലപ്പോൾ അവളെ കൊല്ലും. ഞാനൊരു ഡോക്ടറാ. അതേപോലെ പോലീസും. എനിക്ക് ക്രൈം ചെയ്യാനും അറിയാം, അത് തെളിവില്ലാതെയാക്കാനും അറിയാം. അവൻ്റെ നാക്ക് കുഴഞ്ഞു തുടങ്ങുന്നത് കണ്ട് വരുൺ അവനെ ചേർത്ത് പിടിച്ച് കട്ടിലിൽ കിടത്തി. പിന്നെ കണ്ണടച്ചുറങ്ങുന്ന അവൻ്റെ അരികിലിരുന്നു. ആ ശിരസിൽ തലോടി. സത്യത്തിൽ ആരുമില്ല അവന്. അനാഥൻ തന്നെ. ഒരർത്ഥത്തിൽ തികച്ചും അനാഥൻ. ഇവൻ പറയുന്നതൊക്കെ വെറുതെ ആയിരിക്കുമോ? ഇതൊക്കെ സിനിമയിലൊക്കെ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ലേ? IIT-യിൽ പഠിക്കുന്ന അതീവ സമർത്ഥയായ പെൺകുട്ടിയാണ് ഗൗരി പാർവതി. ഇക്കാലത്തെ പെൺകുട്ടികൾ ഇങ്ങനെ ടോക്സിക്കായ ഒരുത്തനെ സഹിച്ചു ജീവിക്കുമോ? ഏട്ടന് വേണ്ടി അവൾ സ്വന്തം ജീവിതം കളയോ? വരുണിന് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. കർത്താവെ, എനിക്കിതിൽ മനസ്സറിവില്ലാട്ടോ. ഞാൻ ഉപദേശിച്ചു, കേൾക്കുന്നില്ല. ഇതിൽ കൂടുതൽ എന്താ ചെയ്യുക? ബോധം വരുമ്പോൾ ഒന്നുകൂടെ ഉപദേശിച്ച് നോക്കിയാലോ? മൊബൈലിൽ ശബ്ദിക്കുന്നത് കേട്ട് അവൻ ഫോൺ എടുത്തു. മിയ, നിങ്ങൾ ആദ്യ ഭാര്യയുടെ അടുത്താണോ? അവന് ചിരി വന്നു. സഞ്ജയെക്കുറിച്ചാണ്. അതെ, എന്താ ഇപ്പോൾ? അല്ല, വരുന്നില്ലെങ്കിൽ ഗേറ്റ് പൂട്ടാനാണ്. എന്തൊരു സ്നേഹമുള്ള ഭാര്യ. ഞാൻ വരുന്നുണ്ട്. അതെന്താ, സഞ്ജയ് ഉറങ്ങിയോ? ആ, അത് പറ, അല്ലെങ്കിൽ ഇന്ന് കാണൂല ഇങ്ങോട്ട്. ദേ വരുന്നുണ്ടെങ്കിൽ വേഗം വാ. അവൻ തൻ്റെ കൈകൾ അവൻ്റെ നെഞ്ചിൽ നിന്നെടുത്ത് ഒരു പുതപ്പെടുത്തു അവനെ പുതപ്പിച്ചു. പിന്നെ വാതിൽ ചാരി. തുടരും. ബാക്കി ഭാഗങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.